നമ്മളിവിടെ നിൽക്കുന്നതേ സൂര്യകാന്തി പാടത്താണ്. നമ്മൾ സൂര്യകാന്തി പാടം എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഗുണ്ടൽപേട്ടാണ്. ഇത് നമ്മുടെ കേരളത്തിൻ്റെ ഗുണ്ടൽപേട്ടാണ്. ഇത് തിരുവനന്തപുരത്ത് തുമ്പ എന്ന് പറയുന്ന സ്ഥലത്തായിട്ട് ഒരു കോളേജിൻ്റെ അവരുടെ ഗ്രൗണ്ടിലാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സൂര്യകാന്തി പാടം കാണാനായിട്ട് ഗുണ്ടൽപേട്ടിലൊക്കെ പോകണമെന്ന് വെച്ചാൽ ഒത്തിരി ആഗ്രഹിച്ചിരുന്നപ്പോഴാണ് ഈ ഒരു ന്യൂസ് കിട്ടിയത്. ഞങ്ങൾക്കൊരു കാർഷിക സാക്ഷരത എന്ന് പറഞ്ഞിട്ടൊരു കൃഷി ഗ്രൂപ്പുണ്ട്. അതിൽ ഷിനുസാറിട്ട പോസ്റ്റ് കണ്ടിട്ടാണ് ഞാനിവിടെ എത്തിയത്. അപ്പോൾ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. കാരണം ഒരു കർഷകൻ്റെ ഒരു കഴിവിൻ്റെ പരമാവധി പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്തേക്കുന്ന ഒരു ഇതാണ്. വളരെ ഒത്തിരി സ്ഥലത്തുണ്ട് ഇത്. നമുക്കിവിടെ ചെണ്ടുമല്ലിയുണ്ട്, വാടാമുല്ലിയുണ്ട്, പച്ചക്കറികളുണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ തണ്ണിമത്തങ്ങ ഇട്ടിട്ടുണ്ടെന്ന് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഈ സൂര്യകാന്തി ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാട്ടോ സൂര്യകാന്തിക്ക് നമ്മൾ വീട്ടിൽ നട്ടിട്ടുണ്ട്, ഒരു കട 2 കട അങ്ങനെയൊക്കെ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും വലിയൊരു സൂര്യകാന്തി തോട്ടം കാണാൻ പറ്റിയത്. അപ്പോൾ ഇതിന് സഹായിച്ച ഈ കൃഷി ഓഫീസേഴ്സിനും അതുപോലെ ഇതിൻ്റെ എല്ലാ പ്രവർത്തകർക്കും ഇതിൻ്റെ കർഷകനും ഇത്രയും നന്ന ഭംഗിയായിട്ട് ചെയ്ത ആ കർഷകന് ഏറ്റവും ആദ്യം നന്ദി പറയാം. കാരണം ഒരു കർഷകൻ്റെ വിജയം എന്ന് പറയുന്നത് നമ്മളൊക്കെ തന്നെയാണ്. അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇവിടെ ഒരു 40 രൂപ പാസ്സുള്ളൂ. അപ്പോൾ എല്ലാവരും സാധിക്കുന്ന എല്ലാവരും വന്ന് കാണാം. എന്തായാലും ഞാൻ അതിരാവിലെ എത്തി. വളരെ സന്തോഷമാണ് ഇത് കണ്ടിട്ട്. അപ്പോൾ ഏറ്റവും ഒരു വെറൈറ്റി ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അത് ഇങ്ങോട്ട് വന്ന് ഇത് കണ്ടോ, ഒരു സൂര്യകാന്തിമേ ഇങ്ങനെ ഇരട്ടായിട്ട് നമ്മൾ പൂക്കളൊക്കെ കാണില്ലേ, ഇരട്ട വാഴപ്പഴം എന്നൊക്കെ പറയുന്ന പോലെ കണ്ട അപ്പുറം ഇപ്പുറയും ഫ്ലവർ ഉണ്ട്. ഇതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി ഇവിടെ വന്നിട്ട്. അപ്പോൾ സാധിക്കുന്ന എല്ലാവരും ഇവിടെ വന്ന് കാണാം. സൂര്യകാന്തി പാടത്തിൻ്റെ തൊട്ടടുത്തൊക്കെ ഒത്തിരി കൃഷി ചെയ്തിട്ടുണ്ട്. തക്കാളി, പച്ചമുളക്, കുക്കുംബർ, മത്തങ്ങ, അങ്ങനെ വിവിധങ്ങളായ പച്ചക്കറി ഉണ്ട്. അതിൻ്റെ ഒപ്പം ഇവിടെ ചോളം നട്ടിട്ടുണ്ട്. ചോളം അത്യാവശ്യം നന്നായിട്ട് തന്നെ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പുറത്തെ തെങ്ങും വളപ്പിൻ്റെ ഉള്ളിലൊക്കെ ചോള കൃഷിയുണ്ട്. ഈ ഫ്ലവർ കണ്ട കളർ വ്യത്യാസമുണ്ട് ഫ്ലവറിന്. ഉള്ളിലായാലും മഴവിൽച്ചോളമൊക്കെ ആവാൻ സാധ്യതയുണ്ട്. വെള്ളയും റെഡും അങ്ങനെ വ്യത്യാസം വരും. മത്തങ്ങയൊക്കെ ഇതേ വിളവെടുക്കാറായിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഷമാമുണ്ട്, തണ്ണിമത്തനുണ്ട്. കേട്ടോ ഞാൻ പറഞ്ഞ തണ്ണിമത്തങ്ങയൊക്കെ ഉണ്ടായി കിടക്കണുണ്ടോ.